മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 11/5/1940 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. തിരുവാതിരയാണ് നക്ഷത്രം. തിരുവാതിര 3-ാം പാദം. തുലാ ലഗ്നം. 2, 3, 4, 5 ഭാവങ്ങൾ ശൂന്യം. 6-ൽ കേതു, 7-ൽ സൂര്യൻ ബുധൻ, വ്യാഴം ശനി, 8-ൽ ഗുളികൻ, 9-ൽ ചന്ദ്രൻ കുജൻ ശുക്രൻ, 10, 11 ഭാവങ്ങൾ ശൂന്യം, 12-ൽ രാഹു. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ഈ ഗ്രഹനില ശ്രദ്ധിച്ചാൽ ആദ്യം തന്നെ മനസ്സിലാകുന്ന ഒരു കാര്യം, പ്രബല ഗ്രഹങ്ങൾ എല്ലാം തന്നെ രാഹു കേതുക്കൾക്കുള്ളിലായിട്ടാണ്. രാഹു കേതുക്കൾ വിഴുങ്ങിയ അവസ്ഥയിലുള്ള ഒരു ഗ്രഹസ്ഥിതി ആണിത്. 1940 എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം നമുക്ക് ഊഹിക്കാം. വളരെ സീനിയറായിട്ടുള്ള ആയിരുന്നു എന്ന് പറയുമ്പോൾ ഈ അടുത്ത് അദ്ദേഹത്തിൻ്റെ വിയോഗം ഉണ്ടായി. അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞത് പ്രകാരം തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിൽ ഈ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് ഇദ്ദേഹം ശുക്ര ലഗ്നമാണ്. ലഗ്നാധിപനായിട്ടുള്ള ശുക്രൻ 9-ൽ ഭാഗ്യസ്ഥാനത്ത് കുജനോടൊത്ത് ചന്ദ്രനോടൊത്ത് നിൽക്കുന്നു. പക്ഷേ ശുക്രൻ്റെ മറ്റൊരു ക്ഷേത്രമായിട്ടുള്ള ഇടവത്തിൽ ഗുളികൻ നിലയുറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഗുളിക ഭവനാധിപനായിട്ടുള്ള ശുക്രൻ നല്ലതല്ല. പൊതുവേ ശുക്രൻ ചന്ദ്രനോട് ചേർന്ന് അല്ലെങ്കിൽ കുജനോട് ചന്ദ്രനോട് ഒരുമിച്ച് ചേർന്ന് നിൽക്കുകയും ചന്ദ്രൻ്റെ ബന്ധം അവിടെ വരികയും ലഗ്നാധിപത്യം വഹിക്കുകയും അഷ്ടമത്തിൽ നിൽക്കുന്ന അഷ്ടമത്തിലെ ഗുളികൻ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ആയുസ് സംബന്ധമായിട്ടുള്ള ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അങ്ങേയറ്റം ഒരു വില്ലൻ തന്നെയാണ് അഷ്ടമത്തിൽ നിൽക്കുന്ന 8-ൽ നിൽക്കുന്ന ഗുളികൻ എന്ന് പറയുന്നത്. അങ്ങനെ തന്നെയാണ് അക്ഷരം പ്രതി സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ അത് മുൻപെങ്ങുമല്ല. ശുക്രദശയിൽ, അതായത് 2006 ശേഷമുള്ള 20 കൊല്ലക്കാലം, അതിലേതാണ്ട് 19 കൊല്ലക്കാലവും അദ്ദേഹം വളരെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, സീരിയസ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നുവെന്ന് അറിയാൻ കഴിഞ്ഞു. ശുക്രദശ ഇത്തരക്കാരെ സംബന്ധിച്ച് ഒരു ബാലികറാമല തന്നെയാണ്. ഒരുപാട് ആളുകൾക്ക് തെറ്റിദ്ധാരണയുള്ള ഒരു ഗ്രഹമാണ് ശുക്രൻ. ശുക്രദശയൊക്കെ വന്നു കഴിഞ്ഞാൽ രാജയോഗത്തിൽ വിലസാമെന്ന് ധരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ശുക്രനുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. മാളവ്യ യോഗമൊക്കെ കൊടുത്ത് ഗംഭീരമായി നിൽക്കുന്ന ശുക്രനാണെങ്കിൽ ആ ശുക്രദശ കൊണ്ട് ഒരു 4 തലമുറയ്ക്കുള്ളത് മാറ്റിവെക്കാൻ സാധിക്കും. അതുപോലെ ഉയർത്തും. പക്ഷേ ഗുളികൻ്റെയൊക്കെ ദൃഷ്ടിയിൽ, പ്രത്യേകിച്ചും ഗുളികൻ്റെ ദൃഷ്ടി ഏറ്റുവാങ്ങി നീചനായി നിൽക്കുന്ന ശനി, പ്രത്യേകിച്ച് ശത്രു സൂര്യനോടൊത്ത് നിൽക്കുന്ന ശനിയുടെ 3-ാമത്തെ ദൃഷ്ടിയും ലഗ്നാധിപനെ ബാധിച്ചു കഴിഞ്ഞാൽ അത്തരക്കാർക്ക് ആ ദശ എന്ന് പറയുന്നത് ഒരു വലിയ ബുദ്ധിമുട്ട്, കയ്പേറിയ അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ വൈദ്യ മേഖലയുമായി ബന്ധപ്പെട്ടാണ് ഈ വ്യക്തി ഏറെ കാലവും പ്രവർത്തിച്ചിരുന്നത്. ലഗ്നാൽ 10-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ചന്ദ്രൻ ശശിമംഗള യോഗം ചെയ്ത് കുജനോടൊത്ത് നിൽക്കുന്നു. 10-ാം ഭാവാധിപൻ നിൽക്കുന്ന രാശിയുടെ അധിപനായിട്ടുള്ള ഗ്രഹം ബുധൻ വ്യാഴത്തോടൊത്ത് നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക്, പൊതുവെ വൈദ്യമേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, ഫാർമസിസ്റ്റ് പോലെയുള്ള ജോലികളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഇത്തരം ഗ്രഹനിലകൾ സാധാരണമായി കാണിക്കാറുണ്ട്. അപ്പോൾ ആ മേഖലയിൽ അദ്ദേഹം വളരെ ലിബറലായിരുന്നു. എല്ലാവരോടും വളരെ സഹാനുഭൂതിയോടെ തന്നെ പെരുമാറുന്ന വ്യക്തിത്വമായിരുന്നു. എല്ലാവർക്കും വളരെ നല്ല അഭിപ്രായങ്ങൾ ഉള്ള വ്യക്തിത്വമായിരുന്നു. മറ്റുള്ള ആളുകളെ സഹായിക്കുന്നതിന് വലിയ പ്രാധാന്യം കൊടുത്തിരുന്ന 5-ാം ഭാവാധിപനൊക്കെ വ്യാഴത്തോടൊത്ത് നിന്ന് കഴിഞ്ഞാൽ ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസെപ്റ്റ്, മാനുഷിക പരിഗണനയൊക്കെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരു സ്വഭാവം സഹജമായിട്ട് കാണാറുണ്ട്. എന്നാൽ പലപ്പോഴും ആ സഹായിച്ച അല്ലെങ്കിൽ സഹായം ചെയ്ത് കൊടുക്കുന്നത് പിന്നീട് അബദ്ധമായോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ വഴിയോ ഒക്കെ സ്വയം തന്നെ ബുദ്ധിമുട്ട് ഉണ്ടാക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ അർഹതപ്പെട്ടവർക്ക് സഹായിക്കുക എന്ന് പറയുന്ന ഒരു റൂൾ അവിടെ പാലിക്കുന്നുണ്ടോ എന്ന് സഹായം ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതല്ല എങ്കിൽ സഹായമായി ചെയ്യുന്നതായിരിക്കാം ഏറ്റവും വലിയ ഉപദ്രവമെന്നും അതിനെ വിവരിക്കേണ്ടിയിരിക്കുന്നു. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. മാത്രവുമല്ല, ലഗ്നാൽ 7-ൽ വിവാഹസ്ഥാനത്ത് ശക്തരായിട്ടുള്ള സൂര്യൻ, ശനി, വ്യാഴം, ബുധൻ, ഗുളികൻ്റെ ദൃഷ്ടി ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് നീചനായിട്ടുള്ള ശനി, ഭംഗമുണ്ട് എന്നിരുന്നാൽ തന്നെ ഗുളികൻ്റെ ദൃഷ്ടി വരുന്ന ശനി എന്ന് പറയുമ്പോൾ ആ ശനിയുടെ ദൃഷ്ടികളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് കുജൻ നിൽക്കുന്ന ഇടത്തേക്കൊക്കെ ഗുളികനും ദൃഷ്ടി ചെയ്യുന്നു. ഗുളികൻ്റെ ദൃഷ്ടി ഏറ്റുവാങ്ങിയ ശേഷം ശനിയും ദൃഷ്ടി ചെയ്യുന്നു. ഇവിടെ ഗുളികന് പവർ കൂടും. കാരണം ശക്തി കമ്പാരിറ്റീവ്ലി
താരതമ്യേന കൂടുതലായിരിക്കും. കാരണം രാഹുവിൻ്റെ 9ാം ദൃഷ്ടിയിലാണ് ഗുളികൻ നിൽക്കുന്നത്. അപ്പോൾ ഇത്തരം അഷ്ടമത്തിലൊക്കെ നിൽക്കുന്ന അല്ലെങ്കിൽ ഭാഗ്യസ്ഥാനത്തൊക്കെ നിൽക്കുന്ന ഗുളികൻ ഏതൊരാളുടെയും ഗ്രഹനിലയിൽ ഉണ്ടെങ്കിൽ അത് വളരെയധികം ശ്രദ്ധിക്കുക. നേരത്തെ കൂട്ടിയതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ എടുത്ത് പോയി കഴിഞ്ഞാൽ ഒരുവിധം നമുക്ക് ഊരിയെടുക്കാൻ സാധിക്കും. അതല്ലാത്ത പക്ഷം ശക്തമായിട്ടുള്ള ആക്രമണം, ഗുളികൻ വളരെ ആക്രമണകാരിയാണ്. ഇരിക്കുന്ന ഇടം നശിപ്പിക്കുക എന്ന് പറയുന്ന ജോലി ഗുളികൻ കൃത്യമായി ചെയ്യും. അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അതേപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ സഹോദര സ്ഥാനം, 3ാം ഭാവാധിപൻ കൂടിയായിട്ടുള്ള ഗ്രഹമാണ് ഇവിടെ വ്യാഴം. ശത്രുവായിട്ടുള്ള ബുധനോടൊത്താണ് നിൽക്കുന്നത്. ശനി സൂര്യനൊപ്പം ഉണ്ട്, ഗുളികൻ്റെ ദൃഷ്ടിയുമുണ്ട്. അങ്ങനെയുള്ളപ്പോൾ സഹോദരങ്ങളുമായിട്ട് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ചെറിയ മനപ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ മാനസിക അകൽച്ചകളോ സൂത്രശാലികളായിട്ടുള്ള സഹോദരങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ള, അല്പം സ്വാർത്ഥതയൊക്കെയുള്ള സഹോദരങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും വളരെ കൂടുതൽ ആണ്. എന്ന് വെച്ചാൽ അത്തരം ഗ്രഹസ്ഥിതി ഉള്ള സമയത്ത് സഹോദരങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സാമ്പത്തിക കാര്യങ്ങളിലേക്ക് ഏർപ്പെടുന്ന സമയത്ത് ഒരു മുൻകരുതൽ കണിശമായിട്ടും എടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് മാത്രമാണ് അതിൻ്റെ അർത്ഥം. അതല്ല എങ്കിൽ അത് പിന്നീട് മാനസിക വിഷമങ്ങളിലേക്കോ ബുദ്ധിമുട്ടുകളിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അകൽച്ചകളിലേക്കോ പോകാനുള്ള സാധ്യത വളരെ കൂടുതൽ ആണ്. അതേപോലെ തന്നെയാണ് സന്താന സ്ഥാനത്തിൻ്റെ അധിപൻ, അതേപോലെ തന്നെ മനസ്സിൻ്റെ സ്ഥാനത്തിൻ്റെ അധിപൻ ശനി. ഇവിടെ അത് നീചനാണ്, നേരത്തെ പറഞ്ഞു. സൂര്യനോടൊത്ത് ബുധനോടൊത്ത് വ്യാഴത്തോടൊത്താണ് നിൽക്കുന്നത്. ഗുളികൻ്റെ ദൃഷ്ടിയും ഉണ്ട് എന്ന് പറയുമ്പോൾ അവിടെയും ഒരു ശ്രദ്ധ, മക്കളുമായിട്ടുള്ള റിലേഷൻസ്, മക്കളുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും തന്നെ ഒരു ശ്രദ്ധ കൊടുത്ത് മുന്നോട്ട് പോകുന്നതാണ് എപ്പോഴും മനസ്സിന് നല്ലത്. പ്രത്യേകിച്ച് ചന്ദ്രൻ വളരെ സോഫ്റ്റായിട്ടുള്ള ഗ്രഹമാണ് ചന്ദ്രൻ. മനസ്സിൻ്റെയും മാതാവിൻ്റെയും ഒക്കെ കാരകനാണ്. അവിടെ ഗുളികൻ്റെ ദൃഷ്ടിയും കൂടെ വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ നമ്മൾ സ്വയം ചെയ്തതോ അല്ലാത്തതോ ആയിട്ടുള്ള കാര്യങ്ങൾ ഓർത്തോ അല്ലെങ്കിൽ കേട്ടോ അറിഞ്ഞോ ഏതെങ്കിലുമൊക്കെ രീതിയിൽ മനസ്സിനെ ടെൻഷൻ അതല്ല എങ്കിൽ ഇറിറ്റേറ്റ് ചെയ്യപ്പെടണം എന്നതൊരു അവസ്ഥയായി കാണാറുണ്ട്. പൊതുവേ വളരെ മോശമാണ് ചന്ദ്രൻ ഗുളികൻ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ചന്ദ്രനിലേക്ക് ഗുളികൻ്റെ ദൃഷ്ടി ഏറ്റുവാങ്ങിയ ശേഷം ശനി കൂടെ ദൃഷ്ടി ചെയ്യുമ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന മനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ, മനസ്സിനെ ബാധിക്കുന്ന കാര്യങ്ങൾ, അതിലിടപെടുന്ന വിഷയങ്ങൾ, ഇതെല്ലാം തന്നെ ഒരു ശ്രദ്ധ കൊടുത്ത് പോയി കഴിഞ്ഞാൽ വലിയ തെറ്റുകുറ്റങ്ങളില്ലാതെ പോകാനും സാധിക്കും. അതേപോലെ തന്നെയാണ് ലഗ്നാൽ 12ലാണ് രാഹു നിൽക്കുന്നത്. 12ാം ഭാവാധിപന് ഗുളികൻ്റെ ദൃഷ്ടിയുമുണ്ട്. ചെലവുകൾ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പാർട്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ. അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് അറിയാൻ കഴിഞ്ഞു. എന്ന് വെച്ചാൽ ഇപ്പോൾ ദാനധർമ്മങ്ങൾ ചെയ്യുന്നു എന്ന് പറയുമ്പോഴും അത് മറ്റൊരു രീതിയിൽ ചിലവാണ്. പോസിറ്റീവായിട്ടുള്ളൊരു കാര്യത്തിനാണെങ്കിൽ പോലും കയ്യിലുള്ള ധനം ഏതെങ്കിലും രീതിയിൽ ചിലവായി പോകുന്നു എന്നത് തന്നെയാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത് 12ാം ഭാവാധിപൻ ബുധനായതുകൊണ്ടും അത് തികഞ്ഞ സാത്വിക ഗ്രഹമായിട്ടുള്ള വ്യാഴത്തോടൊത്ത് നിൽക്കുന്നത് കൊണ്ടും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, സാത്വികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുക പോലെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാനുള്ള സാധ്യത, അതുവഴി ധനം കയ്യിൽ നിന്ന് അല്പമൊക്കെ പോകണം എന്നതും ഒരു റൂളായി ഇവിടെ പറയേണ്ടിയിരിക്കുന്നു. എന്തു തന്നെയാണെങ്കിലും 12ലൊക്കെ രാഹു നിന്ന് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കുജൻ്റെ ദൃഷ്ടിയുമുണ്ട്, ചെലവുകളെ കരുതുക തന്നെ വേണം. അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അതേപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ലഗ്നാൽ 6ൽ കേതു രോഗസ്ഥാനത്ത്, ശത്രുസ്ഥാനത്ത്, അവിടേക്ക് സ്വാഭാവികമായിട്ടുള്ള രാഹുവിൻ്റെ 7ാം ദൃഷ്ടിയുണ്ട്. അതേപോലെ തന്നെ 6ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം സാക്ഷാൽ വ്യാഴമാണ് നീചനായ ശനിയോടൊത്ത് ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നത്. അപ്പോൾ രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ, വരാതെ നോക്കുക, വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അത് മാറിക്കിട്ടുന്നതിന് ഒന്നുകിൽ സമയമെടുക്കും, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടുകളെ ഉണ്ടാക്കും. എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് ശുക്രദശ വരെ അറിയാൻ കഴിഞ്ഞത് വലിയ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. പക്ഷേ ശുക്രദശ വന്ന സമയത്ത് പാരലൈസ്ഡ് ആയി, അതേപോലെ തന്നെ അത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. അത് പിന്നീട് മാറിയതുമില്ല. ലോങ് ടേമിലേക്ക്, ഒരു ദീർഘകാലത്തേക്ക് തന്നെ അസുഖബാധിതനായി നിൽക്കേണ്ടി വന്നു എന്ന് പറയുന്ന ഒരവസ്ഥ. അത് 6ാം ഭാവാധിപനൊക്കെ ഗുളികൻ്റെ ദൃഷ്ടി, അതേപോലെ തന്നെ നീചനായിട്ടുള്ള ഗ്രഹത്തോടൊത്ത്, അത് പ്രത്യേകിച്ച് ശനി പോലെ ശക്തനായിട്ടുള്ള ഗ്രഹം കൂടെ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ തനി സ്വഭാവം കാണിക്കുക തന്നെ ചെയ്യും. ആരോഗ്യത്തെ അത് ബാധിക്കും. അപ്പോൾ അത് നേരത്തെ കൂട്ടി തന്നെ അറിഞ്ഞ് ശ്രദ്ധിച്ച് പോകേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അതേപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ, തിരുവാതിരയാണ് നക്ഷത്രം. രാഹുദശയിൽ ജനിച്ചു. 47 വരെ രാഹു, അതിനുശേഷം ഗുരു 63 വരെ, അതിനുശേഷം ശനി 82 വരെ, അതിനുശേഷം ബുധൻ 99 വരെ, ശേഷം 7 കൊല്ലം കേതു. അതിനുശേഷമാണ് പ്രസ്തുത പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ള ശുക്രദശ വന്നത്. 2006 ഏപ്രിൽ 7 തൊട്ട് 2026 ഏപ്രിൽ 7 വരെ. ഈ ദശയിലെ 19 കൊല്ലവും ആരോഗ്യ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇദ്ദേഹത്തിനുണ്ടായിരുന്നു.
എന്നതിൻ്റെ കാരണം ഇപ്പോൾ വ്യക്തമായി എന്ന് കരുതുന്നു. ലഗ്നാധിപത്യം വഹിക്കുന്ന ശുക്രൻ, ഗുളികൻ്റെ ദൃഷ്ടിയിൽ, ശനിയുടെ ദൃഷ്ടിയിൽ നിൽക്കുന്ന ശുക്രൻ നല്ലതല്ല, വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണത്. മാത്രവുമല്ല ശുക്രൻ നിൽക്കുന്ന രാശിയുടെ അധിപനെയും ഗുളികൻ പിടിച്ചിട്ടുണ്ട്, ബുധൻ. ആ രാശിയുടെ അധിപൻ നിൽക്കുന്നത് നീചനായിട്ടുള്ള ശനിയോടൊത്താണ്. ശനി ഗുളികൻ ഡെഡ്ലി കോമ്പിനേഷനാണ്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയമാണ്. പക്ഷേ ശുക്രൻ്റെ അവസാന പീരീഡൊക്കെ ആയപ്പോഴത്തേനും ഹെൽത്ത് വൈസ് ബുദ്ധിമുട്ടുകൾ സീരിയസ് ആവുകയും സൂര്യദശയിലേക്ക് കടന്ന് കൃത്യം പറഞ്ഞാൽ ഈ ഒരു സമയത്ത് 7/4/2026 25/7/2026 ഇടയിൽ അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം ഉണ്ടാവുകയുമാണ് ചെയ്തത്. അപ്പോൾ സൂര്യൻ്റെ അവസ്ഥ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നീചനായ ശനിയോടൊത്താണ് നിൽക്കുന്നത്, ഗുളികൻ്റെ ദൃഷ്ടിയിലാണ് നിൽക്കുന്നത്, രാഹുവിൻ്റെ ദൃഷ്ടിയേറ്റാണ് ഗുളികൻ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ശക്തമായിട്ടുള്ള ദൃഷ്ടി എന്ന് തന്നെ അത് കാണേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള സമയത്ത് ഇത്തരം ആളുകൾ സൂര്യദശയൊക്കെ, പ്രത്യേകിച്ച് ശുക്രദശയുടെ അവസാനത്തെ അതിജീവിക്കുക ബുദ്ധിമുട്ടാണ്. അത് ഒരുവിധം അതിജീവിച്ചാൽ തന്നെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉള്ളത് വലിയ അനുഗ്രഹം തന്നെയാണ്. അവിടെയാണ് വ്യാഴം ലഗ്നത്തിലേക്ക് കൊടുക്കുന്ന 7ാമത്തെ ദൃഷ്ടി കൃത്യമായിട്ട് അവിടെ വർക്ക് ചെയ്തതുകൊണ്ടാണ് ശുക്രദശ വരെയും ഒരു സംരക്ഷണ വലയം ഒരുക്കി അദ്ദേഹത്തെ കൊണ്ടുപോവുകയും വ്യാഴത്തിന് തീർത്തും ആക്റ്റീവ് ആകാൻ പറ്റാത്തൊരു സമയം വന്നപ്പോഴാണ് കൈവിടുകയും ചെയ്തത്. അപ്പോൾ ഇത്തരം ആളുകൾക്ക് ഈ ശുക്രദശയുടെ എൻഡിങ് പോർഷൻ കേതു പോലെയുള്ള അപഹാരങ്ങളെ അതിജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് പൊതുവെ. പക്ഷേ അത് അതിജീവിക്കുകയുണ്ടായി ഭാഗ്യവശാൽ. പക്ഷേ സൂര്യദശ കയറി അതിൽ തന്നെ രവിയുടെ അപഹാരം വന്ന സമയത്ത് ദേഹവിയോഗം സംഭവിക്കുകയും ഉണ്ടായി. ഈ സൂര്യൻ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. രാത്രിയുള്ള ജനനമാണ്, നീചനായ ശത്രുവാണ് ഒപ്പം നിൽക്കുന്നത്, ഗുളികൻ്റെ ദൃഷ്ടി അവിടെ ഉണ്ട്, ലഗ്നത്തിലേക്ക് ദൃഷ്ടി കൊടുക്കുന്നുണ്ട്. അതെവിടെ എത്തുമ്പോൾ നീചദൃഷ്ടിയാണ്. ഈ സമയത്തെ അതിജീവിക്കുക ബുദ്ധിമുട്ടാണ്. പിന്നെ സ്വാഭാവികമായിട്ടുള്ള പ്രായം സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൂടെ അതിന് ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ കൃത്യമായി തന്നെ അതിന് ഉത്തരം അവിടെ കാണാൻ സാധിക്കും. പെയ്ഡ് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.